ടി.കെ. ഹംസയാണ് കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നത്. ഹംസക നമസ്കാരം. നമസ്കാരം. ഹംസക ഈ നിലമ്പൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചൊരു ചരിത്രമുണ്ട്. എങ്ങനെയാണ് ആ ഓർമ്മകൾ? 1982 ഞാൻ ഈ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നത്. അന്ന് എൻ്റെ എതിർ സ്ഥാനാർത്ഥി ശ്രീമാൻ ആര്യാട് മുഹമ്മദ് ആയിരുന്നു. ആര്യാട് മുഹമ്മദ് ഞാനും പഴയ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കോൺഗ്രസ് 1978 പിളർപ്പുണ്ടായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞു. ഇന്ദിരാ കോൺഗ്രസും റെഡ്ഡി കോൺഗ്രസും ബർമാനന്ദ റെഡ്ഡി രണ്ട് കോൺഗ്രസ്സായി പിരിഞ്ഞു. ആ കോൺഗ്രസിൻ്റെ കൂടെ കേരളത്തിലൊരു പുതിയ കോൺഗ്രസ് ഉണ്ടായി, ആന്റണി കോൺഗ്രസ്. ആര്യാടൻ മുഹമ്മദ് ആ ഭാഗത്താണ് നിന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദിനെതിരെ അല്ലെങ്കിൽ ആ വഞ്ചനയ്ക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യം ഇന്നൊരു ഉപതെരഞ്ഞെടുപ്പ് നേടുമ്പോൾ അതൊരു വഞ്ചനയുടെ കഥയുണ്ട് അവിടെ. ആര്യാടൻ മുഹമ്മദ് 19,000 വോട്ടിന് ഇടതുപക്ഷ മുന്നണി ജയിച്ചതാണ്, ആര്യാടനെ ജയിപ്പിച്ചതാണ്. ആ സ്ഥാനം വെച്ചുകൊണ്ട് ആ മന്ത്രിസ്ഥാനവും കൊടുത്തു. അതാണ് കളഞ്ഞിട്ട് കാലുവാരി വഞ്ചന നടത്തി തിരിച്ചു പോയത്. ആ വഞ്ചനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞാൻ നടത്തിയത്. ആ പോരാട്ടത്തെ ജനങ്ങൾ സർവാത്മന പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തു. അതിലാണ് 19,000 മറികടന്ന് 1800 വോട്ടിന് ഞാൻ ജയിച്ചത്. ഇതേ അനുഭവമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിലുമുള്ളത്. 5 കൊല്ലത്തേക്ക് സ്വതന്ത്രനായിട്ട് അൻവറിനെ ഇടതുപക്ഷം ജയിപ്പിച്ചു. പിന്നത്തെ ഇലക്ഷൻ വന്നാൽ വീണ്ടും സീറ്റ് കൊടുത്ത് 5 കൊല്ലം പിന്നെ നിന്നു. യാതൊരു തെറ്റും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, ആൾ പറഞ്ഞിട്ടുമില്ല. 9 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് സ്വൈരക്കേട്. അതിനെന്താ കാരണം? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ വോട്ട് കിട്ടിയത് കണ്ടപ്പോൾ അപ്പുറത്തേക്ക് പോകലാ നല്ലതെന്ന് അയാൾക്ക് തോന്നി. ഇവിടെ അത് പൊളിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരും അയാളും തമ്മിൽ ലോഗ്യായി. കോൺഗ്രസ്സുകാർക്ക് ഇത് പൊളിക്കണം എന്ന് അൻവറിന് തിരിച്ച് ഭൂരിപക്ഷത്തോടു കൂടി അസംബ്ലിയിൽ വരണമെന്ന് ഇത് രണ്ടും കൂട്ടി യോജിച്ചപ്പോൾ ഒരു വഞ്ചന ആസൂത്രണം ചെയ്തു. അങ്ങനെയാണ് ഇറങ്ങിപ്പോരുകയും പിണറായിസം എന്ന് പറഞ്ഞ് പേരിട്ട് വിമർശിക്കുകയും മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയും ചെയ്ത് അവസാനം MLA സ്ഥാനം രാജിവെച്ചു. ഈ UDF നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് CPM മലപ്പുറത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടും കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് UDF നേതാക്കന്മാർ നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ നുണപ്രചരണം നടത്തുകയാണ്. അവരെന്നല്ലേ പറഞ്ഞത് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുത്തപ്പോൾ അത് കൈക്കൂലി കൊടുക്കുകയാണെന്ന്. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ നിലമ്പൂർക്ക് മാത്രം പാസ്സാക്കിയതല്ല, കേരളത്തിൽ മുഴുവൻ കൊടുക്കുന്നതാണ്. 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ. അത് 600 റുപ്യായിരുന്നു പിണറായി വിജയൻ 2016 വരുന്ന സമയത്ത്. ആ 600 റുപ്യുള്ളത് 1600 റുപ്യാക്കി. നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി M. സ്വരാജ് യുവത്വത്തിൻ്റെ ഒരു പൾസാണ്. ഒപ്പം തന്നെ ഒരു മികച്ച പ്രാസംഗികനാണ്, എഴുത്തുകാരനാണ്, നല്ല വായനാശീലമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു നിലമ്പൂരിന് പറ്റിയ ഒരു നേതാവ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ലേ? നിലമ്പൂരിന് എന്നല്ല, ഒരു സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഉന്നതനായ നേതാക്കളിൽ ഒരാളായി വളർന്നു കഴിഞ്ഞു. എല്ലാ നിലക്കും അംഗീകരിക്കപ്പെട്ട സ്ഥാനാർത്ഥി. ഇയാളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വഞ്ചനയ്ക്കെതിരായ തീരുമാനം മഹാഭൂരിപക്ഷത്തോടു കൂടി സ്വരാജ് ജയിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ M. സ്വരാജ് നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു കയറും, സംശയമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. ഞാൻ തെരഞ്ഞെടുപ്പ് പകുതിയായപ്പോൾ 82 എനിക്ക് ബോധ്യമായി ഞാൻ ജയിക്കാൻ പോവുകയാണെന്ന്. കാരണം ജനങ്ങളുടെ സ്വഭാവവും അവരുടെ സമീപനവും പ്രവർത്തന ശൈലിയും കണ്ടാൽ ഞങ്ങൾ ഈ പങ്കത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് അന്തിമമായ വിധി. ഇനി 3ാം പിണറായി ഗവൺമെൻറ് വരും എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഹംസക പറഞ്ഞ പോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള M. സ്വരാജിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നിലമ്പൂർ ജനതയുള്ളത്.